ലോക്സഭാ സ്പീക്കർക്കെതിരെ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകി. 118 പേർ നോട്ടീസിൽ ഒപ്പിട്ടു. ധനസുമോദ് വിവരങ്ങൾ നൽകും. ധനസുമോദ്, രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കാത്തതിലടക്കം പക്ഷപാതപരമായി സ്പീക്കർ പെരുമാറുന്നു എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയത്. തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങളും ഇതിൽ ഒപ്പിട്ടിട്ടുണ്ടോ? 118 പ്രതിപക്ഷ അംഗങ്ങൾ ഒപ്പിട്ട കത്താണ് ഇപ്പോൾ പരാതിയാണ് ഇപ്പോൾ പ്രമേയമായിട്ട് തന്നെ നൽകിയിരിക്കുന്നത്. സെക്രട്ടറി ജനറലിന്റെ മുമ്പാകെയാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത്. ഈ പരാതി അവരുടെ ഈ ഗവർണർ ഇദ്ദേഹത്തിൽ സ്പീക്കറിൽ അവിശ്വാസം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നീണ്ട കത്ത് തന്നെയാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇതിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് വനിതാ എം പിമാരെ, കോൺഗ്രസിന്റെ ഉൾപ്പെടെയുള്ള വനിതാ എം പിമാരെ അധിക്ഷേപിക്കാനാണ് സ്പീക്കർ ഓം ബിർള തയ്യാറായത്. മാത്രമല്ല, പ്രധാനപ്പെട്ട 2 എം പിമാർ കോൺഗ്രസിന്റെ ഹൈബി ഈഡനും ഡീൻ കുര്യാക്കോസും ഉൾപ്പെടെയുള്ളവരെ പ്രതിഷേധത്തിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്യുകയും അത് സമ്മേളന കാലയളവ് മുഴുവനും പുറത്തു നിർത്തുകയുമാണ് ചെയ്തിരിക്കുന്നത്. സ്പീക്കർ പക്ഷാപാതപരമായിട്ടാണ് പെരുമാറുന്നത്. ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ഒരു സ്പീക്കറുമായി ലോക്സഭ മുന്നോട്ട് പോകാൻ അംഗീകരിക്കില്ല എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി സ്വീകരിച്ചിരിക്കുന്നത്. നേരത്തെ ജഗദീപ് ധൻഖഡിനെതിരെ, അദ്ദേഹം രാജ്യസഭാ ചെയർപേഴ്സൺ ആയിരുന്ന സമയത്താണ് അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലുള്ള ഒരു അവിശ്വാസം രേഖപ്പെടുത്തിക്കൊണ്ട് നോട്ടീസ് നൽകിയിരുന്നത്. ഇപ്പോൾ ലോക്സഭയിലും അതേ തന്ത്രം തന്നെയാണ് പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇനി ഈ അവിശ്വാസ പ്രമേയം പരിഗണനയ്ക്കെടുക്കുമ്പോൾ ഒരു കാരണവശാലും ഓം ബിർളയ്ക്ക് ആ പദവിയിൽ ഇരുന്ന് അദ്ദേഹത്തിന്റെ പ്രമേയം പരിഗണിക്കാനാവില്ല. പക്ഷേ BJP ഇപ്പോൾ കരുതുന്നത് ഇത് സാങ്കേതികത്വത്തിന്റെ പേരിൽ തള്ളിക്കളയാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ആ തരത്തിലുള്ള 14 ദിവസം മുൻതൂക്കം നൽകിക്കൊണ്ട് നൽകിയിരിക്കുന്ന ഈ അവിശ്വാസ പ്രമേയത്തിലുള്ള നോട്ടീസ് അടുത്ത സഭാ കാലയളവിൽ, അതായത് ബജറ്റ് സമ്മേളനം 2 സെഷനുകളായിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ലോക്സഭയിൽ സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുകയാണ് കോൺഗ്രസ്.